ഹലോ മൈ ഡിയർ മാസ്റ്റേഴ്സ്, വെൽക്കം ടു VMC മലയാളം. ഇന്ന് നമ്മൾ വനപാലകനായിട്ടുള്ള ബിനു മാസ്റ്ററിന്റെ ഒപ്പാണുള്ളത്. അപ്പോൾ ഡോക്ടർ ബ്രഹ്മർഷി പിതാമഹ പത്രിജിക്ക് ഹൃദയപൂർവ്വം നന്ദി പറഞ്ഞുകൊണ്ട് ഇന്ന് ധ്യാനം എന്ന മഹാപരിശൂന്യത്തെക്കുറിച്ച് ബിനു മാസ്റ്ററിന്റെ അനുഭവജ്ഞാനം എന്താണ്, അദ്ദേഹം അനുഭവിച്ചറിഞ്ഞിട്ടുള്ള ധ്യാനവും ശൂന്യവും എന്ന് നമുക്കൊന്ന് കേൾക്കാം. ഓക്കെ ബിനു, വെൽക്കം ടു VMC മലയാളം. പറഞ്ഞോളൂ. പത്രിജി മാസ്റ്റർക്കും പറയണം സകല ഗുരു പരമ്പരകൾക്കും ആത്മനമസ്കാരം. നിങ്ങളിലെ അന്തർയാമിയായി സ്ഥിതി ചെയ്യുന്ന മഹാചൈതന്യത്തിനും ആത്മനമസ്കാരം ചെയ്യുന്നു. ധ്യാനം എന്ന് പറയുമ്പോൾ എന്റെ അനുഭവത്തിൽ ഉള്ള ധ്യാനം എന്ന് പറയുന്നത്, ഇപ്പൊ നമ്മള് ഇത് കേൾക്കുന്ന നിങ്ങളും ഈ ഞാനും ഇവിടെയുണ്ട്. ഈ നിമിഷം മാത്രം നമുക്ക് സത്യമായിട്ട് നമ്മുടെ മുമ്പിൽ ഇങ്ങനെ നിലനിൽക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ഈ ക്ഷണത്തില് നമ്മള് ഇപ്പൊ ശ്വാസം നമ്മൾ വലിച്ച് ഇങ്ങോട്ട് ശ്വാസം ഉള്ളിലേക്കും പുറത്തേക്കും പോകുന്നുണ്ട്. സഹജമായിട്ട് ശ്വാസം ഉള്ളിലേക്കും പുറത്തോട്ടും പോകുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഹൃദയം തുടിക്കുന്നുണ്ട്. നമ്മുടെ ദഹനേന്ദ്രിയങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. ഒരു വലിയൊരു ചൈതന്യം, നമ്മളറിയാത്ത വലിയൊരു ചൈതന്യം നമ്മുടെ ഉള്ളിൽ നിന്ന് ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ പലപ്പോഴും നമ്മൾ ചെയ്യുന്ന എന്താന്ന് വെച്ചാൽ ആ ചൈതന്യത്തിന് നമ്മൾ അറിയുന്നില്ല. അതിന് പകരം നമ്മൾ നമ്മുടെ ചിന്തകളുടെ പുറകെ ഇങ്ങനെ ഓരോ ചിന്തകൾ, കഴിഞ്ഞു പോയ കാലത്തെക്കുറിച്ചും നാളത്തേക്കുള്ള ചിന്തകളെ കുറിച്ച് അതിൽ നമ്മൾ നിമഗ്നരായിട്ടിരിക്കുകയാണ്. അത് നമ്മൾ ഒഴിവാക്കിയിട്ട് നമ്മുടെ ഉള്ളിൽ കണക്ട് ആയിട്ടുള്ള ആ മഹാചൈതന്യമായിട്ട് അതിനെ ശ്രദ്ധിക്കണം. എപ്പോഴും ശ്രദ്ധയോടുകൂടി ചൈതന്യം എന്ന് പറയുമ്പോ അവർക്ക് അറിയില്ലല്ലോ. അതുകൊണ്ടാണോ ഗുരുക്കന്മാര് അറിയുന്ന ശ്വാസത്തെ ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞത്? അതെ, ശ്വാസം നമ്മുടെയല്ല. പക്ഷെ ശ്വാസത്തിന്റെ ഉള്ളില് ആ ശ്വാസം വലിക്കുന്ന ഒരു എനർജി എന്ന് ഞാൻ ചുമ്മാ പറയുന്നേ ഉള്ളൂ. എന്തോ ഒരു ചൈതന്യമുണ്ട്. അതേപോലെ നമ്മളെ വർക്ക് ചെയ്യുന്ന ഇത്രയും ഫന്റാസ്റ്റിക് ആയിട്ട് നമ്മളെ മുമ്പോട്ട് നയിക്കുന്ന, ഓരോ നിമിഷവും മുമ്പോട്ട് നയിക്കുന്ന ആ മഹാശക്തി ചൈതന്യത്തിനെ നമ്മൾ നിരീക്ഷിക്കണം. എപ്പോഴും നമ്മൾ നിരീക്ഷിച്ചുകൊണ്ടേയിരിക്കണം. അതുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ നമ്മൾ ആ ചൈതന്യമായിട്ട്, ഇപ്പൊ സൂര്യനും ചന്ദ്രനും ഈ സകലമായ കൊടികളും ചെടികളും എല്ലാം ഒരു ചൈതന്യത്തിന്റെ, ഈ ഒറ്റ ചൈതന്യത്തിന്റെ ആ ഒരു മഹാപ്രഭയിലാണ് നിലനിന്ന് പോകുന്നത്. അപ്പൊ എപ്പോഴും നമ്മൾ ചെയ്യുന്നത് എന്നാന്ന് വെച്ചാൽ, നമുക്ക് പറ്റുന്ന തെറ്റെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ഉള്ളിലുള്ള ആ മഹാശക്തി ചൈതന്യമായിട്ട് കണക്ട് ചെയ്യാൻ നമ്മള് മറന്നു പോവുകയാണ്. എപ്പോഴൊക്കെ നമ്മൾ മറന്നു പോകുന്നു അപ്പോഴൊക്കെ നമുക്ക് പണി കിട്ടിക്കൊണ്ടിരിക്കും. പണി കിട്ടുക മീൻസ്, അതായത് ഈ ശ്വാസത്തെ നമ്മൾ അറിയാതിരിക്കുമ്പോഴാ, അല്ലെങ്കിൽ നമ്മൾ ആ ചൈതന്യം എന്നൊക്കെ നമ്മൾ ഇത്രയും അധികം വർണ്ണിച്ചു കഴിഞ്ഞത് സർവ്വസാധാരണമായിട്ടുള്ള ആൾക്കാർക്ക് മനസ്സിലാവില്ലല്ലോ കണ്ണ. അപ്പൊ അത് ആ ശ്വാസത്തെ നമ്മൾ അറിയാതെ, അല്ലെങ്കിൽ ഈ ലിവ് ഇൻ പ്രസന്റ് മൊമെന്റ് എന്നുള്ള നമ്മളുടെ ഉള്ളിൽ നടക്കുന്ന ഒരു കാര്യത്തെ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുമ്പോഴാണ് നമുക്കെല്ലാം നഷ്ടമാവുന്നത്. അപ്പോഴാണ് പണി കിട്ടുക എന്ന് പറയുന്നത്. എന്താ ടെസ്റ്റാണോ, പരീക്ഷണം? സുഖങ്ങള്, ദുഃഖങ്ങള്, ദുരിതങ്ങള്, ഇതിലൊക്കെ നമ്മൾ മുഴുകിപ്പോകും. അതെ, മായയിൽ പെട്ടിട്ട് നമ്മളെ നഷ്ടപ്പെടും. അതായത് നമ്മുടെ യഥാർത്ഥ അസ്തിത്വത്തെ നമുക്ക് നഷ്ടപ്പെടുന്നത് ഈ മായയിൽ പെടുമ്പോ. അതായത് നമ്മളെ അറിയേണ്ട ഒരു കാര്യത്തെ അതിൽ തന്നെ നമ്മളങ്ങനെ മുഴുകിയിരിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഇപ്പൊ നമ്മുടെ മുമ്പിൽ വരുന്ന ഒരു ജോലി, നമുക്ക് എല്ലാവർക്കും ജോലി ഉണ്ടാവും. ആ ജോലിയിൽ നമ്മൾ മുഴുകിയിരിക്കണം. ജോലിയിൽ നമ്മുടെ സർവ്വ ശ്രദ്ധയും എടുത്തിട്ട് നമ്മൾ ആ ജോലി ചെയ്യുമ്പോൾ ആ ജോലിയിൽ മുഴുകണം. പിന്നെ നമ്മള് എന്താണോ ചെയ്യുന്നത് അതിൽ മുഴുകി ചെയ്യണം. ഏത് പണിയാണോ ചെയ്യുന്നത് അതിൽ മൈൻഡ് പ്ലസ് ബോഡി പ്രസന്റില്. അപ്പൊ തന്നെ നമ്മളുമായിട്ടും കണക്ട് ആയിരിക്കണം. നമ്മുടെ ഉള്ളിലുള്ള ചെറിയ നമ്മളല്ല, നമ്മുടെ ഉള്ളിലുള്ള വലിയ നമ്മളുമായിട്ട് അതിനെ എപ്പോഴും നമ്മൾ നിരീക്ഷിച്ചുകൊണ്ടിരിക്കണം. എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ശ്വാസം വലിക്കുന്ന ഈ രക്തപ്രവാഹം പ്രവഹിപ്പിക്കുന്ന ആ ഒരു ചൈതന്യത്തിന് നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കണം. അങ്ങനെ അറിഞ്ഞുകൊണ്ടിരിക്കുമ്പോ തന്നെ നമ്മൾ ഇപ്പൊ ഞാനും സീമാജിയായിട്ട് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്, ഈ ഇന്റർവ്യൂ പറയുന്നുണ്ട്. അപ്പൊ ഞാൻ എന്നെ തന്നെ ശ്രദ്ധിക്കണം. ആ ശ്രദ്ധ വിട്ടു പോകുമ്പം നമ്മളെ ഒന്നുകിൽ വേദനാ ശരീരമോ, നമ്മളിലുള്ള പഴയ വേദനകളോ, അല്ലെങ്കിൽ ദുഃഖവോ, അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മളെ കൊണ്ടുപോകും അങ്ങോട്ട്. അപ്പോഴും നമ്മൾ അതിനെ നിരീക്ഷിക്കണം. ഇപ്പൊ ഒരു ചിന്ത വന്നു കഴിഞ്ഞാൽ ആ ചിന്തനെ നിരീക്ഷിച്ചാൽ മതി, ആ ചിന്ത ഇല്ലാണ്ട് പോകും. അങ്ങനെ നമ്മൾ ഓരോന്നും നമ്മുടെ ഉള്ളിൽ വരുന്ന എല്ലാ കാര്യങ്ങളെയും എന്താണ് ഇപ്പൊ വരുന്നത് അത് നിരീക്ഷിക്കണം. ഇപ്പൊ ഞാൻ എന്താണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെ ആ ചിന്ത എവിടുന്ന് വന്നു. അപ്പൊ നമ്മൾ ആ ചിന്തനെ നിരീക്ഷിച്ചാൽ മതി, അത് പൊക്കോളും. അപ്പൊ ഈ മൂമെന്റിൽ വരുമ്പോഴേ ഇതാണ് താക്കോല്. ഇത്
ആ നമ്മുടെ ഉള്ളിലുള്ള ചൈതന്യം അല്ലെങ്കിൽ പുറമെ കാണുന്ന ഈ സകലമായ ചൈതന്യത്തിനെയും അങ്ങോട്ട് അതിനെ നമുക്ക് അറിയാനുള്ള ഏക താക്കോല് ഈ നിമിഷമാണ്. ഈ നിമിഷത്തിൽ പൂർണ്ണ ശ്രദ്ധയോടെ ജീവിക്കണം. ഇത് എനിക്കും സാധ്യമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനും അങ്ങോട്ട് അത് ചെയ്ത് ചില സമയങ്ങളിലൊക്കെ അങ്ങനെ പോകാറുണ്ട്, വിട്ടുപോകാറുണ്ട് ആ കണക്ഷൻ. അത് കഴിഞ്ഞിട്ട് തിരിച്ചു വരണം, അത് കഴിഞ്ഞ് തിരിച്ചു വരാറുണ്ട്. ഞാനും പരിശ്രമത്തിലാണ്. പക്ഷെ അതിന്റെ ക്ഷണിക ദർശനങ്ങളൊക്കെ സൈക്കിൾ ചവിട്ടുമ്പോൾ അതിന്റെ ഒരു സന്തോഷമുണ്ട്. നമ്മളിതിങ്ങനെ ചെയ്ത് പോകുമ്പോൾ നമുക്ക് ശരിയായിട്ടുള്ള ആനന്ദത്തിലാണെങ്കിൽ നമ്മൾ ശരിയായ പാതയിലാണെന്ന് നമ്മൾ കണക്ക് കൂട്ടണം. എന്ത് ചെയ്താലും അതിന് സന്തോഷവും സമാധാനവും ശാന്തിയാണെങ്കിൽ നമ്മൾ ശരിയായ പാതയിലാണ്. അപ്പൊ ഈ നിമിഷത്തിൽ തന്നെ നിൽക്കണം. യെസ്. അപ്പൊ ഈ ഒരു സത്യങ്ങളെ കുറിച്ചൊന്നും അറിയാത്ത ജനങ്ങള് ആലോചിക്കുകയാണെങ്കിൽ ആ ആലോചനയിൽ തന്നെ തുടരാണ്. അവർക്ക് അറിയില്ല, അവയർനെസ് അറിയില്ല, ലിവ് ഇൻ പ്രസന്റ് മൊമെന്റിന്റെ വാല്യൂ അറിയില്ല, ശൂന്യത്തിന്റെ ശ്രേഷ്ഠത അറിഞ്ഞൂടാ. സോ അവരാണ് ഓഷോ പറയുന്നത് പോലെ നടക്കുന്ന, അതായത് മനുഷ്യരാശിയെ തന്നെ നടക്കുന്ന ശവങ്ങൾ. അതായത് ഈ ക്ഷണത്തിൽ ജീവിക്കാനോ ശ്വാസത്തെ അറിയാനോ ഒന്നും അവർക്ക് ആരും പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല കണ്ണ. അപ്പോൾ ഈ ഒരു ധ്യാനത്തെക്കുറിച്ച് അറിഞ്ഞവർ നിരന്തരം അവയർനെസ്സോടുകൂടി പ്രാക്ടീസ് ചെയ്യുന്നവർക്ക് മാത്രമേ ഇതിനെ അറിയാനും ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ പോലും പറ്റൂ. ഇതിനെ വർണ്ണിക്കാൻ ഭാഷയില്ല, ഭാവങ്ങളില്ലെങ്കിൽ പോലും പറഞ്ഞു ഫലിപ്പിക്കാൻ നമ്മളെപ്പോലുള്ളവർക്ക് കുറച്ചെങ്കിലുമൊക്കെ വാക്കുകൾ കിട്ടുന്നുണ്ടെങ്കിൽ ആ അനന്തമായിട്ടുള്ള ആ ദിവ്യപ്രയാണത്തിന്റെ ഹൈ അലർട്ട് അത് ഒരു നിത്യമായിട്ടുള്ള എന്താ പറയാ, നിത്യം നമ്മളൊരു ശീലമാക്കിയെടുത്തത് കൊണ്ട് മാത്രമാണല്ലോ അല്ലെ? അപ്പൊ എല്ലാവരോടും പറയാനുള്ള മെസ്സേജ് എന്താ? എല്ലാവരോടും പറയാനുള്ള മെസ്സേജ് എന്ന് പറഞ്ഞാല് നമ്മള് ഈ ഒരു വലിയ ദീർഘദൂര യാത്രയാണെങ്കിലും ആദ്യത്തെ സ്റ്റെപ്പ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആ രണ്ടാമത്തെ സ്റ്റെപ്പ് ഇമ്പോർട്ടന്റ് ആണ്. ആ ഒരു സ്റ്റെപ്പ് വെക്കുന്നതിലാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതുപോലെ ഇപ്പൊ നമ്മൾ ഈ നിമിഷത്തില് ഈ ശ്രദ്ധയെ നമ്മളിപ്പോ ശ്വാസത്തെ നിരീക്ഷിക്കുന്നു. ആ ശ്വാസത്തെ നിരീക്ഷിക്കുമ്പോൾ ശ്വാസം നമ്മുടെ അല്ല. അപ്പൊ ആ ശ്വാസത്തെ നിരീക്ഷിച്ചു പോകുമ്പോൾ ശ്വാസം വലിക്കുന്ന ആ ഉള്ളിലൊരു സാധനമുണ്ട്, അതുപോലെ ഫംഗ്ഷൻ ചെയ്യുന്ന ഇതുണ്ട്. അതിനെ നമ്മൾ ശ്രദ്ധിക്കണം. അവിടെ നമുക്ക് നമ്മളെ കണ്ടെത്താനുള്ള വലിയൊരു താക്കോല് കിടപ്പുണ്ട്. അപ്പൊ എല്ലാവരും ധ്യാനം ശ്രീമാജി പറയുന്ന പോലെ ശ്വാസത്തിൽ ശ്രദ്ധിച്ച് അതിനെ നിരന്തരം ആചരിച്ച്, ചിലർക്കൊക്കെ പെട്ടെന്ന് ആകുമായിരിക്കും. പക്ഷെ നിരന്തരമായിട്ട് ഈ നിമിഷത്തില് അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ ഒരു മണിക്കൂർ അല്ലെങ്കിൽ ഈ നമുക്ക് കിട്ടുന്ന നിമിഷങ്ങള്, ആ നിമിഷങ്ങളിൽ നമ്മൾ മെഡിറ്റേഷനിലിരിക്കണം. അങ്ങനെ ഇരുന്ന് പോയി കണ്ണ് അടച്ചിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ശാന്തി സമാധാനം കണ്ണ് തുറന്ന് നമ്മളിൽ കണക്ട് ചെയ്തിരിക്കുമ്പോഴും നമുക്ക് ലഭിക്കാനുള്ള ഒരു അനന്തമായ സാധ്യതയുണ്ട്. കണ്ണടച്ചാലും കണ്ണ് തുറന്നാലും അത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ, ഈ ക്ഷണത്തെ നാം അറിയാൻ ശ്രമിക്കുമ്പോൾ അപ്പൊ നമ്മള് ഫുള്ള് ബോധത്തോടെ ഇരിക്കണം എപ്പോഴും. അതായത് നമ്മളെ നിരീക്ഷിച്ചുകൊണ്ടും അത് ഇതിനെ ഒരു നിമിഷം പോലും നമ്മളൊരു ചവിട്ട് പടിയിൽ താഴത്തോട്ട് പോകുന്ന മാതിരിയാ. അപ്പൊ ആ നിരീക്ഷിച്ചോണ്ടിരിക്കണം. നമ്മളെ വെറുതെ നിരീക്ഷിച്ചാൽ മതി. വെറുതെ നിരീക്ഷിച്ചുകൊണ്ട് തന്നെ ഇരുന്നു കഴിഞ്ഞാല് അത് കണക്ട് ആകും ഉറപ്പായിട്ടും. തീർച്ചയായിട്ടും. അതായത് ഒരു CCTV ക്യാമറ നമ്മളെ നിരീക്ഷിക്കുന്നത് പോലെ നിരന്തരം നമ്മുടെ അന്തരംഗത്തിൽ സംഭവിക്കുന്ന ആലോചനയാണെങ്കിലും സ്പന്ദനങ്ങളാണെങ്കിലും ഏതൊരു ഫ്രീക്വൻസീസ്, ഓരോ സ്പന്ദനങ്ങളെയും നമ്മൾ അറിയണം എന്നാണ് പറയുന്നത് അല്ലെ? അറിയാൻ ശ്രമിക്കണം ഒരു CCTV ക്യാമറയെ പോലെ. അപ്പൊ തീർച്ചയായിട്ടും കണക്ടിവിറ്റി എന്നുള്ളത് സഹജമായി നമ്മളിൽ ഏർപ്പെടും. പിന്നെ നമ്മള് നമ്മുടെ ഉള്ളിലാണ് ഒരു സിദ്ധനും ഒരു യോഗിക്കും നമ്മളെ അങ്ങനെ ഒരു പാതയിലേക്ക് നയിക്കാൻ പറ്റും. പക്ഷെ നമ്മളാണ് നമ്മളെ കണ്ടെത്തണമെങ്കിൽ നമ്മൾ തന്നെ ശ്രമിക്കണം, നമ്മൾ തന്നെ പ്രയത്നിക്കാൻ പറ്റുള്ളൂ. നമ്മുടെ ഉള്ളിലാണ് ഈ സിദ്ധനും യോഗിയൊക്കെ അടങ്ങിയിരിക്കുന്നത്. ഒരാൾക്ക് നിങ്ങളെ വെള്ളം കുടിക്കാനേ കാണിച്ചു തരാനേ പറ്റുള്ളൂ. അല്ലാതെ അത് വെള്ളം കോരി കുടിക്കേണ്ട കടമ നമുക്കുള്ളതാണ്. അപ്പൊ നിങ്ങളിൽ ആണ് സിദ്ധനും യോഗിയും ഈ ദൈവവും ഈ പ്രപഞ്ചവും അണ്ടത്തിലുള്ളതും പിണ്ടത്തിലുള്ളതുമായിട്ടുള്ള ഈ എല്ലാ സംഭവങ്ങളും നിങ്ങളുടെ ഉള്ളിലുണ്ട്, നമ്മുടെ ഉള്ളിലുണ്ട്. അപ്പൊ നമ്മുടെ ഉള്ളിലുള്ള ആ ദൈവത്തെ എല്ലാവർക്കും, നിങ്ങൾ ഇത് കേൾക്കുന്ന എല്ലാവർക്കുമായിട്ട് കണക്ട് ആകട്ടെ. നിങ്ങൾ തന്നെയാണ് ആ ദൈവം. നിങ്ങൾ അതില് നിങ്ങളുടെ ഉള്ളിന്റെ ഉള്ളിലേക്ക് എപ്പോഴും നോക്കുക, സന്തോഷമായിട്ടിരിക്കുക. ഈ ജീവിതം വളരെ സന്തോഷത്തോടും ആനന്ദത്തോടും ജീവിക്കാനുള്ളതാണ്. എല്ലാവർക്കും നിങ്ങളുടെ ആത്മാവുമായിട്ട് കണക്ട് ചെയ്യാനുള്ള അവസരം ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. താങ്ക് യു ബിനു. ഓക്കെ മൈ ഡിയർ മാസ്റ്റേഴ്സ്. അപ്പൊ നമ്മൾ ഓരോ പണി ചെയ്യുമ്പോഴും ഞാൻ പറയാറുണ്ട്, രാവിലെ മുതൽ രാത്രി വരെ നമ്മൾ എന്തൊക്കെ പണിയാണോ ചെയ്യുന്നത്, ഏത് പണി ചെയ്യുമ്പോഴും നമ്മൾ ശ്വാസത്തിൽ ശ്രദ്ധിക്കുക. ആ പണിയിൽ ചിലപ്പോൾ നമുക്ക് ശ്രദ്ധ എങ്ങനെ ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞാൽ ചിലവരുടെ അതായത് ബോഡി പ്രസന്റ് ആയിരിക്കും, മൈൻഡ് ആബ്സെന്റ് ആയിരിക്കും. പക്ഷെ അങ്ങനെയല്ല. അപ്പോൾ അതിനെ മെല്ലെ മെല്ലെ പ്രാക്ടീസ് ചെയ്ത് കൊണ്ടുവരണം. അതാണ് പറയണത്. ടോയ്ലറ്റിൽ പോയിരിക്കുമ്പോൾ പോലും നമുക്ക് കണ്ണടച്ചുകൊണ്ട് ശ്വാസത്തെ ശ്രദ്ധിക്കാം. എൻ്റെ ഉള്ളിൽ ഇപ്പോഴും നടക്കുന്നുണ്ടോ അത്?
അതായത് നമ്മുടെ യാതൊരുവിധ പ്രയത്നവും ഇല്ലാതെ നടക്കുന്ന ദിവ്യമായിട്ടുള്ള ഡിവൈൻ പ്രോസസ്സാണ്. സോ അതിനെ ശ്രദ്ധിക്കുന്നത് ശീലമാക്കുക. അപ്പോൾ ഈ ബിനു മാസ്റ്റർ പറഞ്ഞിട്ടുള്ള വർണ്ണിക്കാൻ പോലും ആകാത്ത മഹോന്നതമായിട്ടുള്ള മഹാപരിശൂന്യത്തെക്കുറിച്ച് നമുക്ക് അനുഭവത്തിൽ വരുമ്പോൾ മറ്റുള്ളവർക്ക് അത് ഈസിയായി പറഞ്ഞു കൊടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു. നല്ലൊരു ധ്യാന ദിവ്യ ജീവിതം ഓരോ ദിവ്യാത്മസ്വരൂപർക്കും, ഇത് കേൾക്കുന്ന ഓരോ ദിവ്യാത്മസ്വരൂപർക്കും ഉണ്ടാവട്ടെ എന്ന് ഹൃദയപൂർവ്വം ആശംസിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും നിർത്തുന്നു കേട്ടാ. ലവ് യു.